സാർ അതിനോട് തന്നെ ആഡ് ഓൺ ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ഇത് കേട്ട ഏതൊരു വ്യക്തിക്കും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്, അതായത് നിലവിലൊരു ഫിക്സഡ് ഇൻട്രസ്റ്റിൽ ഒരു വായ്പ എടുത്ത വ്യക്തിക്ക് ഒരു MCLR ബേസ്ഡിലേക്ക് മാറാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഉണ്ട്. അതായത് MCLRലേക്കല്ല, നമ്മൾ ഇതിന്റെ ഒരു തിരിച്ചാണ്. സാധാരണ രീതിയിൽ ഈ റീപ്പോ റേറ്റ് ലിങ്കഡ് ആയിട്ടുള്ള ലോണുകൾ എടുക്കുന്നതിനേക്കാൾ മുൻപ്, അല്ലെങ്കിൽ നേരത്തെ എടുത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും MCLR റേറ്റ് എടുക്കാനുള്ള ഒരു സംവിധാനം ബാങ്കുകളിൽ ഉണ്ടായിരുന്നു. റീപ്പോ റേറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് MCLR ഉണ്ടായിരുന്നു. അതിനു മുൻപ് ബേസ് റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് മെക്കാനിസമാണ് ബാങ്കിങ് ഇൻഡസ്ട്രി പൊതുവെ ഇടപാടുകാർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ MCLR ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇടപാടുകാർക്ക് അവർക്ക് ബേസ് റേറ്റിലേക്ക് മാറണമെങ്കിൽ അത് മാറാനുള്ള അവരുടെ റിക്വസ്റ്റ് പ്രകാരം ബാങ്കുകൾ അത് മാറ്റി കൊടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപേക്ഷ കൊടുക്കുകയും പിന്നെ അതിൻ്റെ ഒരു എഗ്രിമെന്റ്, ഒരു കരാർ, വേറൊരു കരാർ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാറാനുള്ള സംവിധാനമുണ്ട്. അത് ഇടപാടുകാർ ആവശ്യപ്പെടുന്ന പക്ഷം അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ അത് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള എൻ്റെ ഒരു കമ്പൽഷൻ വേണമെന്നോ അത് ചെയ്യുന്നത് നല്ലതാണെന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റിപ്പോ റേറ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിസിഷൻസ് എല്ലാം വരുന്നത്, കൂടുതലായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്. പോളിസി ഡിസിഷൻസ് ഒക്കെ അതിനെയാണ് പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇടപാടുകാർ ആലോചിച്ച് യുക്തമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള MCLR റേറ്റുകളും റിപ്പോ റേറ്റിലേക്ക് മാറുന്നത് ഉചിതമായിരിക്കും. അത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സാർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ട്രാൻസ്മിഷൻ റേറ്റിൻ്റെ കേസ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രാൻസ്മിഷൻ റേറ്റ് ക്രെഡിറ്റിൽ ഒരല്പം ലാഗ്ഡ് ആണ് എങ്കിൽ പോലും ഡിപ്പോസിറ്റിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടല്ലേ എത്തുന്നത്. ഇത് ബാങ്കുകളുടെ ഏർണിങ്സിനെ ഒരു ലോങ് ടേം നോക്കുമ്പോഴേക്കും നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലേ? അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കുകൾക്ക് റിസോഴ്സസ് കിട്ടില്ല. അതായത് ഫണ്ടിങ് ബിഫോർ ലെൻഡിങ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ. ലെൻഡേഴ്സിന്റെ ബിസിനസ് ഫണ്ടിങ് ബിഫോർ ലെൻഡിങ്. ഈ ഫണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ റേറ്റ് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, റിപ്പോ റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് റേറ്റ് അല്ലാതെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫണ്ട് ബാങ്കുകൾക്ക് ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ലെൻഡ് ചെയ്യാനുള്ള ഫണ്ടിന്റെ കുറവ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്, ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മൂലമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വഴി ബാങ്കുകൾ ലെൻഡിങ്ങിന് റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടി, ഡെപ്പോസിറ്റ് മൊബിലൈസേഷനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ചലഞ്ച് ബാങ്കുകൾക്കുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിനൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വല്ലാതെ താഴേക്ക് കുറയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത്രയും ഡെപ്പോസിറ്റുകൾ ബാങ്കിലേക്ക് വരില്ല. അല്ലെങ്കിൽ തന്നെ ഈ അതായത് ജെൻസി അല്ലെങ്കിൽ നമ്മൾ പുതിയ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ എൻട്രി ലെവൽ പ്രൊഫഷണൽസിന്റെയോ ഒക്കെ ഒരു രീതിയിലുള്ള അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ബാങ്കിങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അവർ ഇതുപോലെ മ്യൂച്വൽ ഫണ്ടുകളോ അതുപോലെയുള്ള മറ്റ് സിപ്പോ അതുപോലെയൊക്കെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ അങ്ങനെയൊക്കെയുള്ള മറ്റു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് കൂടുതലായിട്ടൊരു ട്രെൻഡ് കാണുന്നുണ്ട്. അപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ ഒക്കെ ഗ്രോത്ത് ഏകദേശം ഒരു 30% എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ഗ്രോത്ത് ഇപ്പോഴും 10%, 12% നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം, പ്രത്യേകിച്ചും പുതിയ ആളുകൾ, പുതിയ ഏണേഴ്സ്, പുതിയ പ്രൊഫഷണൽസ്, പുതിയ ഇൻകം ഏണേഴ്സ് എല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു മേജർ പാർട്ട് മറ്റു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഡിസിഷനാണ് ഒരു മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതും അവരുടേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതേസമയം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ മാർക്കറ്റ് പ്രധാനമായിട്ടും ബാങ്കുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ബാങ്കുകൾക്ക് അത് കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വന്ന സാഹചര്യത്തിൽ ബാങ്ക് ഡെപ്പോസിറ്റിന്റെ അട്രാക്ഷൻ കുറയുകയും അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ലെവലിൽ നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അവിടെയുണ്ട്. അപ്പോഴും ഈ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് നിമ്മിന്റെ ഒരു ചലഞ്ച് വരും, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിന്റെ ചലഞ്ച് വരും. കാരണം ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീർച്ചയായിട്ടും റിപ്പോ റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോൺ ബുക്കിന്റെ റേറ്റ് താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാസ കുറഞ്ഞു വരുന്നു, 33% നിന്ന് 29% കുറഞ്ഞു എന്ന് വരുന്ന ഒരു റിയാലിറ്റി നിൽക്കുമ്പോൾ പോലും ചില ബാങ്കുകൾ ഇപ്പോൾ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ റേറ്റുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും താഴേക്ക് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 25 ബേസിസ് പോയിന്റ്സ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 5 to 8% വരെ വർദ്ധിക്കാമെന്നാണ്. അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂട്ടാനായിട്ടുള്ള ഒരു വഴി എന്നുള്ള രീതിയിൽ ബാങ്കുകൾ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ റേറ്റുകൾ റീവിസിറ്റ് ചെയ്യാം. അപ്പൊ ഇത് വല്ലാതൊരു ട്രിക്കി സിറ്റുവേഷൻ ആണ്. റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ട് ബാങ്കുകൾക്ക് വരികയും
ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ് എടുത്തില്ലെങ്കിൽ ഡെപ്പോസിറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും ലോണിന്റെ ഇൻട്രസ്റ്റ് ട്രാൻസ്മിഷൻ കൊടുക്കണമെന്ന് പറയുന്ന കമ്പൽഷൻ വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനിലും കൂടുതൽ റേറ്റ് കൊടുക്കാൻ സാധിക്കില്ല ബാങ്കുകൾക്ക്. ഇതും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ് ഈ മാറിയ ഒരു സാഹചര്യത്തിൽ. വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ഓവറോൾ ഈ ഇഫക്ട്സ് എല്ലാം തന്നെ, ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ഇക്കണോമിയുടെ ഗ്രോത്തിനെയും GDP-യെയും ലിക്വിഡിറ്റിയെയും സപ്പോർട്ടിങ് ചെയ്യുന്നതാണെങ്കിൽ പോലും ബാങ്കുകളുടെ ഓവറോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ, ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റിൽ ചില ചലഞ്ചസ് ഇതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്.